ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു അടിപൊളി ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫ്രൈ ചെയ്ത ഐറ്റംസുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് വൺ, ഈ എണ്ണയിൽ ഡീപ് ഫ്രൈ ചെയ്തിട്ടുള്ള ഐറ്റംസുകൾ നമ്മൾ കഴിക്കുമ്പോൾ രക്തത്തിൽ പഞ്ചസാരയുടെ അളവിനെ വേഗത്തിൽ വർദ്ധിപ്പിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഡീപ് ഫ്രൈ ചെയ്ത ഐറ്റംസുകളിൽ കലോറി ഭയങ്കര കൂടുതലായിരിക്കും. മാത്രമല്ല പോഷകങ്ങൾ വളരെ കുറവായിരിക്കും. അപ്പോൾ സ്ഥിരമായിട്ട് ഇത് കഴിക്കുന്നതിലൂടെ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതിനും പൊണ്ണത്തടിക്ക് കാരണമാവുകയും ചെയ്യും. മൂന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഡീപ് ഫ്രൈ ചെയ്ത ഐറ്റംസുകളിൽ ട്രാൻസ് ഫാറ്റ് കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ ഒരേ എണ്ണയിൽ തന്നെ ഒരുപാട് പ്രാവശ്യം ഫ്രൈ ചെയ്യാം. അപ്പം അതുകൊണ്ട് ട്രാൻസ് ഫാറ്റ് കൂടുതലായിരിക്കും. ഇത് നമ്മളുടെ ബ്ലഡിൽ, നമ്മുടെ ശരീരത്തിൽ ഗുഡ് കൊളസ്ട്രോൾ ലെവലിനെ കുറയ്ക്കുകയും ബാഡ് കൊളസ്ട്രോൾ ലെവലിനെ കൂട്ടുകയും ചെയ്യുന്നു. ഹൃദയാഘാതം പോലുള്ള അവസ്ഥയിലേക്ക് അത് നയിക്കുന്നു. നാലാമത്തെ ഒരു കാരണം, ടൈപ്പ് 2 പ്രമേഹത്തിനുള്ള അപകട സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അഞ്ചാമത്തെ പോയിന്റ്, കൊഴുപ്പ് കൂടിയ ഭക്ഷണം ദഹിക്കാൻ നമ്മുടെ ശരീരം കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ, ഇൻഡൈജഷൻ, വയറ് വീർക്കുക എന്നുള്ള സിറ്റുവേഷനിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ, വറുത്ത ഐറ്റംസുകൾ കൂടുതൽ കഴിക്കുമ്പോൾ, ദിവസേന എന്ന രീതിയിൽ നമ്മൾ കഴിക്കുമ്പോൾ കാലക്രമേണ നമുക്ക് ആങ്സൈറ്റി, ഡിപ്രഷൻ പോലുള്ള മാനസികാവസ്ഥയിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ നമ്മൾ ആരും ഡീപ് ഫ്രൈ ചെയ്ത ഐറ്റംസുകൾ കഴിക്കണില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു ടോപ്പിക്കായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്.